എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികളുടെ ഒരു ഉപകരണമാക്കി ദൈവം നമ്മെ 2 കൊരിന്ത്യർ 5:17 പ്രകാരം പുതുതായി സൃഷ്ടിച്ചിരിക്കുന്നു. ഒരാൾ ക്രിസ്തുവിലായാൽ അവൻ പുതിയതാണ്. അവൻ്റെ എല്ലാ പഴയതും കഴിഞ്ഞുപോയി. പഴയ പാപ സ്വഭാവങ്ങളും ശാപങ്ങളും എല്ലാം ക്രിസ്തുവിലായതോടുകൂടി അവൻ പുതിയതാണ്. അതുകൊണ്ടൊരു പുതിയ തുടക്കമാണ് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് സർവശക്തനായ ദൈവം വെച്ചിരിക്കുന്നത്. ഈ ഭൂമിയിൽ ദൈവം വെച്ച ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പദ്ധതിയാണ് യേശു ക്രിസ്തു എന്ന വഴി. യേശു പറഞ്ഞു, ഞാനാകുന്നു വഴി. അതിൻ്റെ അർത്ഥം എന്നിലൂടെ അല്ലാതെ പിതാവിൻ്റെ അടുക്കലേക്ക് ചെല്ലാൻ ആർക്കും കഴിയില്ല. പിതാവിൻ്റെ അടുക്കലേക്ക് ചെന്നാൽ എല്ലാ കാര്യവും അനുഗ്രഹമാണ്. ഒറ്റ വഴിയുള്ളൂ, സ്വർഗത്തിലേക്കുള്ള ഒരേ ഒരു വഴി, നിത്യജീവനിലേക്കുള്ള ഒരേ ഒരു വഴി, സൗഖ്യത്തിലേക്കുള്ള ഒരേ ഒരു വഴി, ഉയർച്ചകളിലേക്കുള്ള ഒരേ ഒരു വഴി, ശാപ വിമോചനത്തിലേക്കുള്ള ഒരേ ഒരു മാർഗം യേശു ക്രിസ്തു എന്ന ഏക വഴിയാണ്. ആ വഴിയിലൂടെ, ആ വചനമാകുന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ വഴിയിലൂടെ വിടുകയാണ്. ഈ വചനം കേട്ട് ഈ വഴിയിലൂടെ നടക്കുന്നവൻ ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യനാണ്. കാറ്റടിച്ചാലും പേമാരി പെയ്താലും നദികൾ പൊങ്ങിയാലും അങ്ങനെയുള്ള വീടുകൾ, ജീവിതം തകർന്നു വീഴില്ല. കാറ്റടിക്കില്ലെന്ന് പറയുന്നില്ല, പേമാരി പെയ്യുന്നില്ല എന്നും പറയുന്നില്ല. ദൈവത്തിന് വേണ്ടി ദൈവവചനപ്രകാരം ജീവിക്കുന്നവൻ്റെ ജീവിതത്തിൽ കാറ്റുണ്ടാകില്ലെന്ന് പറഞ്ഞാൽ അംഗീകരിക്കരുത്. എല്ലാവർക്കും ഉണ്ടാകുന്നത് മണലിൽ വീട് പണിയുന്നവനും പാറമേൽ, ക്രിസ്തുവാകുന്ന പാറമേൽ വീട് പണിയുന്നവനും കാറ്റും തിരമാലയും നദിയും പേമാരിയും എല്ലാം ഉണ്ടാകും. അതിൻ്റെ അർത്ഥം ക്യാൻസറും കടബാധ്യതയും അനർത്ഥങ്ങളും എല്ലാം എല്ലാ വീടുകളിലും വരും. എന്നാൽ മണലിൽ വീട് പണിയുന്നവർ ആത്മഹത്യ ചെയ്യും. അതോടെ അവർ തീരും, പിന്നെ ആ വീടിനെ കാണില്ല. എന്നാൽ പാറമേൽ വീട് പണിയുന്നവൻ്റെ വിഷയം, അവനും കടബാധ്യത വരും, അവനും രോഗങ്ങൾ വരും, അവൻ്റെ വീട്ടിലും വലിയ വലിയ അനർത്ഥങ്ങൾ വരും. എന്നാൽ ആ വീട് തീരില്ല. ഈ മഴയ്ക്ക് ശേഷം, ഈ വെള്ളപ്പൊക്കത്തിന് ശേഷം ഈ കുടുംബം അവിടെ തന്നെ കാണും. ഇതിൻ്റെ പേരാണ് ക്രിസ്തീയ ജീവിതം. ആർക്ക് ഇളക്കി മാറ്റാൻ കഴിയാത്ത അചഞ്ചലമായി നിൽക്കുന്ന ഒരു അനുഭവമാണ് ക്രിസ്തീയ ജീവിതം. അതുകൊണ്ട് എല്ലാവർക്കും വരുന്ന വിഷയം പ്രാർത്ഥിക്കുന്നവർക്ക് എന്തുകൊണ്ട് വന്നു? ദൈവം കൂടെയുണ്ടായിട്ട് ദൈവം പറഞ്ഞിട്ടുണ്ട്, നീ വീഴില്ല, നീ ഇതിലൂടെയെല്ലാം പോകും. എന്നാൽ നിന്റെ വീട് പാറമേലാണ്, നീ മറിഞ്ഞു വീഴില്ല. നീതിമാന് അനർത്ഥങ്ങൾ അസംഖ്യമാണ്, അവ എല്ലാറ്റിൽ നിന്നും കർത്താവ് അവനെ വിടുവിക്കും. നമുക്ക് വിശ്വസിക്കാം. ചേർന്ന് പാടി യേശുവിനെ നമുക്ക് ആരാധിക്കാം. ജീവനുള്ള കാലമല്ല ഞാൻ അങ്ങേക്കായി വാഞ്ചിക്കും. ഉയർവുള്ള வாழ்நாளெல்லாம் உம்மை நேசிப்பேன், உம்மை வாஞ்சிப்பேன். உயிர்வுள்ள வாழ்நாளெல்லாம் உம்மை நேசிப்பேன், உம்மை வாஞ்சிப்பேன். இயேசுவே, உம்மை நேசிப்பேன், உம்மை வாஞ்சிப்பேன். இயேசுவே, இயேசுவே, உம்மை நேசிப்பேன், உம்மை வாஞ்சிப்பேன். Hallelujah, hallelujah, hallelujah,
ഉമ്മെ സേവിപ്പേ ആരാധിപ്പേ ഉയർവുള്ള വാളാലെല്ലാം ഉമ്മെ സേവിപ്പേ ആരാധിപ്പേ യേശുവേ ഉമ്മെ സേവിപ്പേ ആരാധിപ്പേ യേശുവേ എൻ്റെ യേശുവേ ഉമ്മെ സേവിപ്പേ ആരാധിപ്പേ ഹല്ലേലൂയ ഹല്ലേലൂയ ഉയർവുള്ള ഉമ്മെ നേസിപ്പേ ഉമ്മെ വാഞ്ചിപ്പേ ഉയർവുള്ള ഉമ്മെ നേസിപ്പേ ഉമ്മെ വാഞ്ചിപ്പേ. നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ, നമ്മുടെ വിചാരവുമല്ല ദൈവത്തിൻ്റെ വിചാരം. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ചിന്തകളും പദ്ധതികളും നമുക്ക് വേണ്ടി വലുതാണ്. നാം നമുക്ക് വേണ്ടി ഈ വലിയ പദ്ധതികൾ എന്തിനിടുന്നു? ദൈവമിടുന്ന പദ്ധതിയാണ് വലുത്. അതുകൊണ്ട് പദ്ധതികൾ ജോസഫിന് വേണ്ടി പദ്ധതിയിട്ട ദൈവത്തിൻ്റെ പദ്ധതിയും ജോസഫിന് വേണ്ടി പദ്ധതിയിട്ട യാക്കോബിൻ്റെ പദ്ധതിയും ഇന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. യാക്കോബിൻ്റെ ഓമന മോനാണ് ജോസഫ്. പഴയ നിയമത്തിൽ നമുക്കറിയാം, റാഹേൽ എന്ന തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യ പ്രസവിച്ച മകൻ. ഈ ജോസഫ് ജനിച്ചപ്പോഴാണ് യാക്കോബിന് ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടായത്. ദൈവം ഇനിയും തരുമെന്നാണ് ജോസഫ് എന്ന വാക്കിൻ്റെ അർത്ഥം. യാക്കോബ് ദൈവം ഇനിയും തരുമെന്ന് പറയാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ വീട്ടിൽ നന്മകളുണ്ടായി. അവൻ്റെ ആടുമാടുകൾ വർദ്ധിച്ചു. അമ്മായിയപ്പൻ 20 കൊല്ലം കളിപ്പിച്ചതിൻ്റെ 1000 മടങ്ങ് ദൈവം ഒരു 6 മാസത്തിനുള്ളിൽ, ജോസഫ് ജനിച്ച ഒരു 6 മാസത്തിനുള്ളിൽ യാക്കോബിന് കൊടുത്തു. അങ്ങനെ അവൻ ഇരട്ടിയായി ദേശം വിട്ടു പോരുന്ന ചരിത്രമൊക്കെ നമുക്കറിയാം. അങ്ങനെ അവർ കനാനിൽ വന്ന് പാർത്തതും, അങ്ങനെ വലിയ സമ്പന്നമായ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കാൻ 10 സഹോദരങ്ങൾ പോയതും, അപ്പൻ വാർദ്ധക്യത്തിലായിരിക്കുന്നതും, ആ സമയത്ത് അപ്പൻ്റെ കൂടെ ജോസഫും ബെന്യാമീനുമുണ്ട്. ജോസഫ് ഏറ്റവും ഇഷ്ടമുള്ള പുത്രനാണ്. അവൻ ഒരു അനുഗ്രഹത്തിൻ്റെ അടയാളമായിട്ടാണ് യാക്കോബ് വെച്ചത്. അതുകൊണ്ട് അവൻ ഏറ്റവും നല്ല ഉടുപ്പ്, ബെന്യാമീന് പോലും അത്രയും നല്ല ഉടുപ്പ് തയ്ച്ചു കൊടുത്തില്ല, ഏറ്റവും നല്ല ഉടുപ്പൊക്കെ തയ്ച്ചു കൊടുത്തു. പല വർണ്ണമുള്ള അങ്കി. ചേട്ടന്മാർക്ക് അതൊരു അസൂയയായി. അപ്പൻ കൂടുതൽ സ്നേഹിക്കുന്നത്, ഇവനെ സ്നേഹിക്കുന്ന ചേട്ടന്മാർക്ക് അസൂയയായി. അപ്പൻ നല്ല ഉടുപ്പ് തയ്പ്പിച്ചു കൊടുത്തത് ചേട്ടന്മാർക്ക് അസൂയയായി. അതിനേക്കാൾ വലുത് ജോസഫ് കണ്ട സ്വപ്നം ചേട്ടന്മാർക്ക് ദേഷ്യമായി. അപ്പോൾ ഒരു ദിവസം അപ്പൻ ദൂരേക്ക്, ഈ ചേട്ടന്മാര് 10 പേര് ആടിനെ മേയ്ക്കുന്ന സ്ഥലത്തേക്ക് ജോസഫിനെ പറഞ്ഞു വിടുകയാണ്. അപ്പൻ്റെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ, എൻ്റെ 10 മക്കൾ സുഖമായിരിക്കുന്നുവോ
10 മക്കളുടെ ക്ഷേമം അന്വേഷിക്കാനാണ് യാക്കോബ് ജോസഫിനെ വിട്ടത്. എന്നാൽ ആ യാത്ര സ്വർഗസ്ഥനായ പിതാവിൻ്റെ പദ്ധതിയായിരുന്നു. യാക്കോബിന് ജോസഫ് പോകുന്നു, ക്ഷേമം അന്വേഷിക്കുന്നു, തിരിച്ചു വരുന്നു. ഇത്രയേ ഉള്ളൂ യാക്കോബിന്. എന്നാൽ ദൈവത്തിൻ്റെ പ്രോഗ്രാം ഭൂമിയിലുള്ള സകല ജനത്തിൻ്റെ ക്ഷേമം അന്വേഷിക്കാനായിരുന്നു ദൈവം ജോസഫിനെ വിട്ടത്. അത് ജോസഫിന് അറിയില്ലായിരുന്നു, അത് യാക്കോബിന് അറിയില്ലായിരുന്നു, അത് സഹോദരങ്ങൾക്കറിയില്ലായിരുന്നു. മറഞ്ഞിരിക്കുന്നതെല്ലാം ദൈവത്തിനുള്ളതാണ്. പല കാര്യങ്ങളും ദൈവം പറയുന്നില്ല എന്നുള്ളത് എനിക്ക് ദൈവത്തോടൊരു വഴക്കുണ്ട്. കർത്താവെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ കർത്താവ് പറയത്തില്ല. എന്താണ്? എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ദൈവം പല കാര്യങ്ങളും മറച്ചു വെക്കാറുണ്ട്. ശമൂവേൽ എന്നാൽ വലിയ പ്രവാചകനാണ്. തൈലക്കൊമ്പുമായിട്ട് ഇശായിയുടെ വീട്ടിലോട്ട് വിട്ടു. ഇശായിയുടെ മക്കളിൽ ഒരുവനെ രാജാവായി കണ്ടു എന്ന് പറഞ്ഞിട്ടും ഏത് മകനാണെന്ന് പറഞ്ഞില്ല. ഇശായി എന്ന് ദാവീദിൻ്റെ അപ്പൻ്റെ പേര് പറഞ്ഞു. എന്നാൽ ദാവീദ് എന്ന പേര് ദൈവം ശമൂവേലിനോട് പറയുന്നില്ല. ഇതൊക്കെയാണ് ദൈവത്തിൻ്റെ രീതികൾ. ബൈബിൾ വായിച്ചാൽ ദൈവത്തിൻ്റെ പ്രകൃതം മനസ്സിലാകും. അതുകൊണ്ട് ബൈബിൾ വായിക്കുന്നവർക്ക് പരാതികളും കുറയും. എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടമേ നടക്കും. നീ ഇശായിയുടെ വീട്ടിൽ പോകാൻ പറഞ്ഞു, എന്നാൽ പറഞ്ഞാൽ പോരെ ദാവീദിനെ അഭിഷേകം ചെയ്യാൻ? അത് പറഞ്ഞില്ല. അവിടെ 8 പേരിങ്ങനെ പെരനിറഞ്ഞ് നിൽക്കുകയാണ്, ചേട്ടന്മാർ. അവരെ ഓരോരുത്തരെയും കാണുമ്പോൾ ശമൂവേൽ വിചാരിക്കും ഇതായിരിക്കും എന്ന് വിചാരിച്ച് അഭിഷേകം ചെയ്യാൻ പോകുമ്പോൾ ദൈവം പറയും അല്ല. എന്നാ പറയണ്ടേ? ഓരോരുത്തനെ. ഏറ്റവും ഒടുവിൽ ശമൂവേൽ ചോദിച്ചു, ഇനി വേറെ വല്ലവരും ഉണ്ടോ? അപ്പം പറഞ്ഞ ഒരുത്തനുണ്ട്. അപ്പം പറഞ്ഞു, ഇശായി പറഞ്ഞു, കാട്ടില അവൻ ആടിനെ മേയ്ക്കാൻ, അവനെ വിളിക്കാൻ പറഞ്ഞു. ഇതാണ് ദൈവം. ദൈവമൊന്നും നേരത്തെ പറയില്ല. നാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോന്ന് വെളിപ്പെട്ട് വരും. ഇതൊരു മർമ്മമാണ്. നാം തുടർമാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ സ്റ്റെപ്പും ദൈവം പറയും. അല്ലാതെ ദൈവം എല്ലാം പറഞ്ഞിട്ട് നീ ഒരിക്കലും ഒരു യാത്രയ്ക്കും പോകണ്ട. ജോസഫിനെ അയക്കുമ്പോൾ ജോസഫിന് ഒന്നും അറിയില്ല. ചേട്ടന്മാരുടെ അടുത്ത് പോകുന്നു, തിരിച്ചു വരുന്നു. ഇതല്ലാതെ പ്രോഗ്രാമില്ല. യാക്കോബിനും തൻ്റെ മൂത്ത മക്കളുടെ അടുത്തേക്ക് അവനെ അയക്കുന്നു, അവൻ തിരിച്ചു വരുന്നു. ഇതല്ലാതെ യാക്കോബിനും പ്രോഗ്രാമില്ല. എന്നാൽ ദൈവത്തിൻ്റെ പ്രോഗ്രാം ഇവനെ മിസ്രൈമിൽ എത്തിക്കണം, മിസ്രൈമിലെ പ്രധാനമന്ത്രിയാക്കണം. മിസ്രൈമിൽ നിന്നുകൊണ്ട് വരുവാൻ പോകുന്ന ക്ഷാമത്തിൽ ഇവനെല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം. ഇവൻ്റെ സഹോദരന്മാരും അപ്പനും ഒക്കെ ഗോശാനിലെത്തണം. അവരവിടെ പെറ്റ് പെരുകണം. പിന്നത്തേതിൽ ഞാൻ അബ്രഹാമിനോട് പറഞ്ഞ പദ്ധതി പോലെ 400 വർഷം കഴിഞ്ഞിട്ട് വലിയ സമ്പത്തോടുകൂടി കനാനിലേക്ക് വരണം. ദൈവത്തിൻ്റെ പ്രോഗ്രാമുകളെ നമുക്ക് അളക്കാനോ ചിന്തിക്കുവാനോ കഴിയില്ല. നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ. അപ്പോൾ ദൈവം ജോസഫിനെ അയച്ചു. ജോസഫ് ആ യാത്രയിൽ സഹോദരന്മാരെ നോക്കി നടക്കുമ്പോൾ അവരെ കണ്ടില്ല. ആരോട് ചോദിച്ചപ്പോൾ ദോതാനിലുണ്ടെന്ന് കേട്ടു. നേരെ അങ്ങോട്ട് ചെന്നു. മരുഭൂമിയിലൂടെ യാത്ര ചെയ്തപ്പോൾ ചേട്ടന്മാർ ദൂരെ നിന്ന് ഇവനെ കണ്ടു. ദാ വരുന്നു സ്വപ്നക്കാരൻ, അവൻ്റെ സ്വപ്നം എന്താകുമെന്ന് നമുക്ക് കാണാം, നമുക്കവനെ കൊന്നുകളയാം. അവനെ പിടിച്ച് വസ്ത്രമൂരി ഒരു കുഴിയിലേക്ക് ഇട്ടു. മൂത്ത സഹോദരൻ പറഞ്ഞു, കുഞ്ഞിനെ കൊല്ലരുത്. അങ്ങനെ സഹോദരനില്ലാത്ത സമയത്ത് ഇവന്മാരെല്ലാം കൂടി ചേർന്ന്, മൂത്തവനില്ലാത്ത സമയത്ത് ഇളയവന്മാരെല്ലാം കൂടി ചേർന്ന് ഇവനെ മിസ്രൈമ്യ കച്ചവടക്കാർക്ക് 20 വെള്ളിക്കാശിന് വിറ്റു, അടിമയാക്കി വിറ്റു. കൊന്നില്ല, എന്നാൽ അതിനേക്കാൾ വലിയൊരു കാര്യം ചെയ്തു. ഇതെല്ലാം ദൈവത്തിൻ്റെ വിചാരങ്ങളായിരുന്നു എന്ന് പിന്നത്തേതിൽ ജോസഫ് പറയുമ്പോഴാണ് നമ്മുടെയും കണ്ണ് നിറയുന്നതും നാം ദൈവത്തെ സ്തുതിക്കുന്നതും. ദൈവം മൗനമാണ്. ജോസഫിനെ പിടിച്ചപ്പോൾ ദൈവം മൗനമാണ്. ജോസഫിനെ അവരെ വസ്ത്രമൂരി കുഴിയിലിട്ടപ്പോൾ ദൈവം മൗനമാണ്. അവനെ അടിമയായി വിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിലുള്ള ജോസഫ് ഒരടിമയായി വിൽക്കപ്പെടുമ്പോൾ ദൈവം മൗനത്തിലാണ്. പലരും ഇന്നോർക്കും ദൈവം എന്താണ് മിണ്ടാത്തത്? ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതി വലുതാണ്. നിന്റെ ആരംഭം അല്പമാണ്, നിന്റെ അന്ത്യം അതിമഹത്താണ്.
നീ പോകുന്ന വഴി ദൈവത്തിൻ്റെ പ്ലാനിലുള്ള വഴിയാണ്. നിന്റെ തകർച്ചയോ അത് ദൈവത്തിൻ്റെ വഴിയാണ്. നിന്റെ ഉയർച്ചയോ അത് ദൈവത്തിൻ്റെ വഴിയാണ്. നിന്റെ പല വർണ്ണമുള്ള അങ്കി ദൈവത്തിൻ്റെ വഴിയാണ്. നിന്റെ സഹോദരന്മാർ നിന്നെ ദ്വേഷിക്കുന്നതോ ദൈവത്തിൻ്റെ വഴിയാണ്. നിന്നെ പൊട്ടക്കിണറ്റിൽ തള്ളുന്നതോ ദൈവത്തിൻ്റെ വഴിയാണ്. നിന്നെ പലരും വിൽക്കുന്നതോ ദൈവത്തിൻ്റെ വഴിയാണ്. ജോയ്സ് മേയർ എന്ന സ്ത്രീയുടെ പ്രസംഗങ്ങൾ എന്നെ വളരെയധികം സ്വാധീനിച്ചതാണ്. ആ സ്ത്രീയുടെ ചരിത്രം ഈ കുറച്ച് നാൾ മുമ്പ് ഞാൻ കൂടുതൽ വായിച്ചതും കേട്ടതും അവരുടെ പ്രസംഗങ്ങളും പുസ്തകങ്ങളുമായിരുന്നു. വളരെയധികം സ്വാധീനിച്ചു. അവർ പറയുന്നത്, എന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച എൻ്റെ അപ്പനെ മരണം വരെ ഞാൻ നോക്കി, എൻ്റെ ബന്ധുക്കളെ ഞാൻ നോക്കി, എൻ്റെ കടപ്പാടുകളെല്ലാം ചെയ്തു, അവരോടെല്ലാം ഞാൻ ക്ഷമിച്ചു. എൻ്റെ പിതാവിനോട് ഞാൻ ക്ഷമിച്ചു, എൻ്റെ രക്തബന്ധങ്ങളോട് ഞാൻ ക്ഷമിച്ചു, എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം ഞാൻ ക്ഷമിച്ചു, എനിക്ക് ദ്രോഹം ചെയ്തവരോടെല്ലാം ഞാൻ ക്ഷമിച്ചു. ജോസഫിൻ്റെ ചരിത്രം ജോയ്സ് മേയറിൻ്റെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെട്ടത്. ഇന്ന് ഏകദേശം 84 വയസ്സുള്ള സ്ത്രീ ഒരു സിംഹത്തെ പോലെ പ്രസംഗിക്കുന്നു, ലക്ഷങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, ലോകരാജ്യത്തിലെ 50-ലധികം ടെലിവിഷൻ ശൃംഖലകളിൽ അവരുടെ പ്രഭാഷണം തുടരുന്നു. 40-ലധികം ഭാഷകളിൽ പരിഭാഷപ്പെടുത്തിയ പ്രസംഗങ്ങൾ എല്ലാ ഭാഷക്കാരും കേൾക്കുന്നു. ഈ സ്ത്രീ ആരാണ്? തകർന്നു പോയൊരു സ്ത്രീ. ആ സ്ത്രീ തകർന്നപ്പോൾ ദൈവം മൗനമായിരുന്നു. ആ സ്ത്രീ ഒറ്റപ്പെട്ടപ്പോൾ ദൈവം മൗനമായിരുന്നു. ആ സ്ത്രീ കല്യാണം കഴിച്ച കുടുംബജീവിതം തകർന്നപ്പോൾ ദൈവം മൗനമായിരുന്നു. രണ്ടാമത്തെ വിവാഹം ദൈവം മൗനമായിരുന്നു. ആ സ്ത്രീയുടെ ജീവിതത്തിൽ വന്ന മരണചിന്തകളിൽ ദൈവം മൗനമായിരുന്നു. ദൈവത്തിനറിയാം ഇവൾ മരിക്കില്ല, ഇവളെക്കുറിച്ചൊരു അത്ഭുത പൂർത്തീകരണമുണ്ട്. ഇത് കേൾക്കുന്ന ഓരോരുത്തരും അറിയണം, ദൈവം മൗനമായിരിക്കുമ്പോൾ ഓർക്കണം, ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവം സംസാരിക്കുമ്പോഴല്ല ദൈവം കൂടുതൽ പ്രവർത്തിക്കും. ദൈവം മൗനമായിരിക്കുമ്പോൾ തങ്കൽ ഏകാഗ്ര ചിത്തന്മാർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കണ്ണ് ഭൂമിയിൽ എല്ലായിടത്തും ഊടാടിക്കൊണ്ടിരിക്കുന്നു. യോബിൻ്റെ ജീവിതത്തിൽ വന്ന അനർത്ഥത്തിൽ ദൈവം മൗനമായി നിന്നു. ഇസഹാക്കിൻ്റെയും അബ്രഹാമിൻ്റെയും യാക്കോബിൻ്റെയും ജീവിതത്തിൽ വന്ന പല കഷ്ടങ്ങളിലും ദൈവം മൗനമായി. ദൈവം മൗനമായ ഇടത്തെല്ലാം വലിയ വിജയമുണ്ടായിട്ടുണ്ട്. ഏലി ലമ്മ ശബക്താനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? നീ എന്തുകൊണ്ട് മൗനമായിരിക്കുന്നു? ദൈവത്തിൻ്റെ മൗനതയാണ് മാനവജാതിയുടെ രക്ഷയായി മാറിയത്. ദൈവം അന്ന് മൗനമായി. യേശു ക്രൂശിൽ നിലവിളിച്ചപ്പോൾ ദൈവം മൗനമായി. ദൈവം 12 ലീജിയൻ ഗ്രൂപ്പ് ദൂതന്മാരെ അയച്ചിരുന്നെങ്കിൽ ഹേരോദാവും മഹാപുരോഹിതന്മാരും അന്നത്തെ പട്ടാളം മുഴുവനും മരിച്ചു പോകുമായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയാകുന്ന മാനവജാതിയുടെ പാപത്തിൽ നിന്നുള്ള രക്ഷ എന്ന പദ്ധതി നടക്കാതെ പോകും. എന്തുകൊണ്ട് ദൈവം മൗനമാകുന്നു? ഏറ്റവും നല്ലത് വെളിപ്പെടാൻ, മനോഹര വസ്തു വെളിപ്പെടാൻ വേണ്ടി ദൈവം പലപ്പോഴും മൗനമാകുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം എന്തുകൊണ്ട് മൗനമായിരിക്കുന്നു? എന്നെ കൈവിട്ടതെന്ത്? ജോസഫിന് ചോദിക്കാനുണ്ട്, എൻ്റെ ദൈവമേ നീ എന്നെ എന്തുകൊണ്ടാണ് കൈവിട്ടത്? ദൈവത്തിന് മിണ്ടാൻ ഒരു താല്പര്യമില്ല. ദൈവത്തിന് അറിയാം. യേശു ക്രൂശിൽ ചോദിച്ചപ്പോൾ പിതാവ് മൗനമായി. പിതാവിനറിയാം എൻ്റെ പദ്ധതികൾ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പദ്ധതിയാണ്. ദൈവം ഒരു സമയം ജോസഫിന് വെച്ചിരുന്നു. സമയമായപ്പോൾ അവൻ ജയിലിൽ നിന്ന് പുറത്തു വന്നു എന്ന് മാത്രമല്ല, പിന്നെ അവൻ പരോളിൽ ഇറങ്ങി കയറിയതല്ല, എന്നേക്കുമായി അവൻ്റെ ജയിൽവാസം അവസാനിച്ചു. അവൻ്റെ നിന്ന അവസാനിച്ചു. 30 വയസ്സുണ്ട് അന്ന് ജോസഫിന്. അവൻ രാജകൊട്ടാരത്തിലേക്ക് ചെന്നു. രാജാവ് മോതിരമൂരി അവൻ്റെ കയ്യിൽ കൊടുത്തു. നീ ഈ ഗൃഹത്തിന് ദൈവമാണെന്നും പിതാവാണെന്നും പറഞ്ഞു. ദൈവം അവനെ ഫറവോനെ പിതാവാക്കി മാറ്റി. മാത്രമല്ല, മിസ്രൈമിനോട് മുഴുവനും രാജാവ് പറഞ്ഞു, ഇവൻ്റെ മുമ്പിൽ മുട്ടുകുത്തുക. അന്ന് രാജാവ് ഫറവോ ജോസഫിന് പോത്തിഫേറ എന്ന പുരോഹിതൻ്റെ മകളെ ഭാര്യയായി കൊടുത്തു. രാജാവ് കൊട്ടാരത്തിൽ വെച്ച് കല്യാണം നടത്തി. എന്ന് ജയിൽവാസം കഴിഞ്ഞ് അടുത്ത ദിവസം നിന്റെ എല്ലാ നന്മകളും ഒരു ദിവസം കൊണ്ട് തുറക്കാൻ
ദൈവത്തിന് അധികം നേരം വേണ്ട. അവൻ്റെ വിവാഹം, അവൻ്റെ മാന്യത, അവൻ്റെ ഉയർച്ച, അവൻ്റെ പദവി എല്ലാം ഒരുമിച്ച് ഒരു ദിവസം വരുന്നതാണ് നാം കാണുന്നത്. മാത്രമല്ല, വിശേഷമായ ജ്ഞാനമുള്ളവനായി ജോസഫ് കൊട്ടാരത്തിൽ നിൽക്കുന്നു. ഒന്നാമത്തെ കാര്യം, അവൻ പ്ലാനിംഗ് കമ്മീഷണറായി മാറി. 14 വർഷത്തേക്ക് ആ ഭൂമിയിൽ എന്ത് നടക്കുമെന്നുള്ളൊരു പ്ലാൻ ജോസഫ് തയ്യാറാക്കി. ഭൂമിയിൽ ആരും 14 വർഷത്തേക്ക് ഭൂമിയിൽ മുഴുവനും നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് വിലയിരുത്തി വ്യക്തമായൊരു പ്ലാൻ ആരും തയ്യാറാക്കിയിട്ടില്ല. എന്നാൽ അവൻ പ്ലാനിംഗ് കമ്മീഷണറായി, ദൈവത്തിൻ്റെ പ്ലാനിംഗ് കമ്മീഷണറായി മാറി. 2, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ദ വേൾഡിൻ്റെ ആദ്യത്തെ ഡയറക്ടറായി മാറി. ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും ഭക്ഷണം കൊടുക്കുവാൻ അവൻ പാണ്ഡികശാലകൾ തുറന്നു, അതിൻ്റെ ഡയറക്ടറായി മാറി. 3, ചീഫ് എഞ്ചിനീയറായി മാറി. എന്തിൻ്റെ? ഭക്ഷണശാലകൾ ഉണ്ടാക്കുന്നു. ലോകത്തിൽ അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ വിശാലമായ പണികൾ ഭക്ഷണം ശേഖരിക്കുന്ന ബിൽഡിങ്ങുകളായിരുന്നു. അതുണ്ടാക്കാൻ അവനെ ചീഫ് എഞ്ചിനീയറാക്കി ദൈവം മാറ്റി. അടുത്തത്, വേൾഡ് റേഷനിങ് ഓഫീസറായി അവൻ മാറി. 5-1 രാജാവ് മിസ്രൈമ്യരോട് വാങ്ങുന്ന ഒരു സിസ്റ്റം അവൻ കൊണ്ടുവന്നു. അങ്ങനെ 5-1 വാങ്ങി, അങ്ങനെ ദേശത്തെ നല്ല സമയത്ത്, സമൃദ്ധിയുള്ള കാലത്ത് ജനങ്ങളുടെ വിളവെല്ലാം ശേഖരിച്ച് അത് ക്ഷാമകാലത്തിൻ്റെ 7 വർഷം സുഭിക്ഷതയുടെ ആവശ്യത്തിനായി ഉപയോഗിച്ചു. അപ്പോൾ മാത്രമല്ല, ഭക്ഷണം 7 വർഷം കേടുകൂടാതെ ഇരിക്കുന്ന ടെക്നോളജി കണ്ടുപിടിച്ചു. ഈ ഭക്ഷണങ്ങളൊന്നും കേടുകൂടാതെ 7 വർഷം ഒരു ശാസ്ത്രജ്ഞന്റെ റോളിലേക്ക് ജോസഫ് കടന്നു വന്നു. നിങ്ങൾ പറ, അപ്പൻ്റെ കൂടെ ഒരു ഉടുപ്പും ഇട്ട് വീട്ടിൽ ആ പെരക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിരുന്നാൽ ഇവന് ഈ നിലയിലേക്ക് എത്താൻ കഴിയുമോ? ദൈവം എന്തിന് ജോസഫിനെ ഈ നിലയിൽ കൊണ്ടുവന്നു? അവൻ ആ കാലഘട്ടത്തിൽ വലിയ മനുഷ്യനായി, പല ഭാഷകൾ സംസാരിച്ചു. ചേട്ടന്മാർ വരുമ്പോൾ അവൻ ചേട്ടന്മാരെ കൈകാര്യം ചെയ്യുന്ന വിധങ്ങളെല്ലാം വായിച്ചാൽ അറിയാം എവിടെ നിന്ന് ഇവന് ഇത്രത്തോളം ജ്ഞാനം കിട്ടി. അവൻ്റെ അധികാരം, എല്ലാവരും ഭയപ്പെടുന്ന അധികാരം. അവൻ്റെ സഹോദരങ്ങൾക്ക്, അപ്പനുമെല്ലാം അവർ വന്നെന്ന് അറിയുമ്പോൾ രാജാവ് കൊടുക്കുന്ന സ്വീകരണം എത്ര വലുതാണ്. യാക്കോബ് മരിച്ചപ്പോൾ മിസ്രൈമ്യരുടെ പ്രലാപമെന്ന വലിയ വിലാപം അവിടെ നടന്നു. യാക്കോബിൻ്റെ അടക്കം ജോസഫിൻ്റെ മാന്യതയിലൂടെ രാജ്യം ബഹുമാനിക്കുന്ന ബഹുമതിയോടെ നടക്കുവാനിടയായി. എന്തെല്ലാം ബഹുമതികളാണ് ജോസഫിനെ കാത്തിരുന്നത്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പദ്ധതികൾ നിന്നെക്കുറിച്ച് വലുതാണ്. ഈ ദൂത് നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. നീ ചിന്തിക്കുന്നതല്ല. നിന്റെ വീട്ടുകാർ നിന്റെ ചെറിയ ഭാവിയെ കാണുമ്പോൾ, യാക്കോബ് 10 സഹോദരന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രം ജോസഫിനെ ഉപയോഗിക്കുമ്പോൾ, സർവശക്തനായ ദൈവം ഭൂമിയിലുള്ള സകല ജനത്തിൻ്റെയും മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു വീണ്ടെടുപ്പുകാരനായി ജോസഫിനെ ഉപയോഗിച്ചു. പറ, ഏതാണ് വേണ്ടത്? ചെറുതാണോ വലുതാണോ? നിന്നെക്കുറിച്ചുള്ള പദ്ധതി വലുതാണ്. അതുകൊണ്ടാണ് നീ വലിയ പ്രയാസങ്ങളിലൂടെ കയറി ഇറങ്ങിപ്പോകുന്നത്. അത് നീ തീർന്നു പോകാനല്ല, നീ ഉയർന്നു വരും, നിന്റെ വഴികൾ തുറന്നു വരും. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു പലരുടെയും ജീവിതത്തിലെ അനേക ചോദ്യങ്ങളുടെ ഉത്തരം ഇന്നത്തെ സന്ദേശത്തിലൂടെ സ്വർഗം തുറന്നു തന്നതിനായി സ്തോത്രം. ഇവരെ അനുഗ്രഹിക്കും. ഒരത്ഭുതം നടക്കട്ടെ, ഒരു വിടുതൽ നടക്കട്ടെ. ഇവരുടെ കണ്ണുനീരിൽ ഒരു അത്ഭുത ഭാവി തുറന്നു വരട്ടെ. ഇവരുടെ വേദനകളിലൂടെ കയറി ഇറങ്ങി ഇവർ ഈ കാലഘട്ടത്തിൻ്റെ അത്ഭുതമായി മാറട്ടെ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ഞങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ ദിവ്യമായ പദ്ധതികൾ നിറവേറ്റി അങ്ങയുടെ നാമം ഞങ്ങളിലൂടെ മഹത്വപ്പെടുത്തണമേ. സൗഖ്യങ്ങൾ നടക്കണമേ, വിടുതലുകൾ നടക്കട്ടെ, യേശുവിൻ നാമത്തിൽ ആമേൻ. യേശു കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാവിലെ, വ്യാഴാഴ്ച രാവിലെ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് 10:30 അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ട്. നിങ്ങളെല്ലാവരും കടന്നു വരിക. കർത്താവിൽ നമുക്ക് അനുഗ്രഹിക്കപ്പെടാം. ഗോഡ് ബ്ലെസ് യു.